ഹായ് എവരിവൺ, വീക്ക്ലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ഇന്ന് മാർക്കറ്റ് നല്ല രീതിയിലാണ് ഇന്നത്തെ മാർക്കറ്റ് പെർഫോം ചെയ്തിരിക്കുന്നത്. ഇന്ന് ഫ്രൈഡേ ആണ്. ഇന്ന് ഫ്രൈഡേ നല്ല രീതിയിൽ മാർക്കറ്റ് മേലോട്ട് മൂവ് ചെയ്യാറുണ്ട്. അപ്പം കാരണങ്ങൾ എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വീക്കിലേക്ക് കമ്മിങ് ജൂൺ 15 തൊട്ട് ഓൾമോസ്റ്റ് ജൂൺ 19 വരെയുള്ള ആ ഒരു വീക്ക് എങ്ങനെയാണ് മാർക്കറ്റിന്റെ ബിഹേവിയർ, കാര്യങ്ങൾ, ഏതൊക്കെ സ്റ്റോക്ക് പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ ലെവൽസ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ലാസ്റ്റ് വീക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തിൽ നിങ്ങൾക്ക് ഇവിടെ വീക്ക്ലി അനാലിസിസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിഫ്റ്റിയിൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഇന്നത്തെ ഓൾമോസ്റ്റ് ഇല്ലെങ്കിൽ ഈ ഒരു വീക്കിൽ ഗ്രീൻ ക്യാൻഡിലാണ്, വളരെ മർബൂസോ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ബോട്ടം തൊട്ട് ടോപ്പ് വരെ ഒരു ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, താഴെ ഒരു വിക്കില്ല, മേലെ ഒരു വിക്കില്ല, ആ രീതിയിലുള്ള ഒരു മർബൂസൊക്കെ സ്ട്രോങ് ബൈയിങ് ആണ് കാണുന്നത്. പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ഇൻ ഡെപ്ത് ആയിട്ട് പോവുകയാണെങ്കിൽ, വീക്ക്ലി അനാലിസിസ് അല്ലാതെ, വീക്ക്ലി ചാർട്ട് അല്ലാതെ ഡേ ചാർട്ട് എടുക്കുവാണെങ്കിൽ, ഇന്നാണ് ആക്ച്വലി മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ മൂവ് ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കഴിഞ്ഞ വീക്കിനെ അപേക്ഷിച്ച്, കഴിഞ്ഞ ഡേകളെ അപേക്ഷിച്ച്, ഒന്ന് മൺഡേ, ട്യൂസ്ഡേ, വെഡ്നസ്ഡേ ആൻഡ് തേഴ്സ്ഡേ ആൻഡ് ദിസ് വൺ. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള മൂവ്മെന്റ് ആയിരുന്നു. മാർക്കറ്റ് താഴെ പോകുന്നു വിചാരിക്കും, അടുത്ത ദിവസം ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്യും. മാർക്കറ്റ് മേലെ പോകുന്നു വിചാരിക്കും, അടുത്ത ദിവസം പിന്നെയും താഴോട്ട് പോകും, പിന്നെയും മേലോട്ട് പോകും. ആ രീതിയിലുള്ള പെർഫോം. പക്ഷെ ഇന്ന് കുറച്ചും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മെയിൻ കാരണം US ഇറാൻ തമ്മിലുള്ള ആ ഒരു ഡീൽ ഫൈനലൈസേഷൻ ആണ്. നമ്മൾ കുറെ കാലമായിട്ട്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 2-3 months ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. സീസ് ഫയർ ഉണ്ടാകുന്നു, ഡീലാകുന്നില്ല, ഇങ്ങനെ നീണ്ട് അങ്ങ് പോകുന്ന അൺസർട്ടനിറ്റി നിലനിന്നുകൊണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലാസ്റ്റ് 2 weeks ആയിട്ട് മാർക്കറ്റ് ഒരു റെഡിൽ അവസാനിച്ചത്. അപ്പം ഈ ഒരു വീക്കിലും റെഡിൽ അവസാനിക്കാൻ നിൽക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം ഡീല് നടന്നു. ഓൾമോസ്റ്റ് ഒരു 12-12:30 ആയപ്പോഴാണ് ഇന്നത്തെ മാർക്കറ്റിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓബ്വിയസ്ലി ഓൾമോസ്റ്റ് ഒരു 1:30 ആകുമ്പോഴാണ് ഡീല് ഫൈനലൈസ് ചെയ്തത്. അപ്പം തന്നെ മാർക്കറ്റ് കയറാൻ തുടങ്ങി. ഓക്കെ, ആ ടൈം തൊട്ട് മാർക്കറ്റ് കയറി. ഓൾമോസ്റ്റ് മാർക്കറ്റ് ഇന്ന് അത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് സെക്കൻഡ് ഹാഫിൽ മാർക്ക് മൂവ് ചെയ്ത് ഓൾമോസ്റ്റ് 1.28% ആണ്. ഓൾമോസ്റ്റ് 300 points ആണ് നിഫ്റ്റിയിൽ മൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇത് ഓക്കെയാണ്, പോസിറ്റീവാണ്, ആ രീതിയിൽ തന്നെ നിൽക്കുവാണെങ്കിലും നമുക്ക് മൺഡേ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങും കൂടെ കാണാൻ സാധിക്കാം. ഓക്കെ, അപ്പോൾ മേ ബി ഒരു 23,800 എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സുഖമായിട്ട് മേലോട്ട് കയറിപ്പോകും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീക്കിൽ പ്രതീക്ഷിക്കുന്നത് ഒരു ബുള്ളിഷ് മൊമെന്റം ആണ്. മാർക്കറ്റിൽ വളരെ ഒരു ബുള്ളിഷ് മൊമെന്റ് ആണ്. നിയർ ബൈ ഹഡിൽ എന്ന് പറയുന്നത്, നിയർ ബൈ ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 24,100 ആണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് സംവെയർ അറൌണ്ട് ഹിയർ. അപ്പം ഇതൊക്കെ ഐ തിങ്ക് കൂളായിട്ട് ബ്രേക്ക് ചെയ്യും. ബട്ട് ഇവിടെ മാർക്കറ്റ് ഒന്ന് റെസിസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇവിടുന്ന് ബ്രേക്ക് ചെയ്യാം. അപ്പം കമ്മിങ് വീക്സ് ഈ ലെവൽസ് വാച്ച് ചെയ്യാം. മാർക്കറ്റ് ബുള്ളിഷ്നെസ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം നിഫ്റ്റിയിൽ ഏത് സെക്ടറാണ് ഈ ഒരു ബുള്ളിഷ്നെസ് തന്നതെന്ന് നമുക്കിപ്പോൾ നോക്കാം. ഒന്ന് മെയിനായിട്ട് ബാങ്കിങ് സെക്ടറാണ്. ഏറ്റവും കൂടുതൽ ഈ ഒരു വീക്കിൽ പെർഫോം ചെയ്തത് ബാങ്കിങ് സെക്ടറാണ്. വീക്കിലിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഓൾമോസ്റ്റ് ഒരു 4% ആണ് ഈ ഒരു വീക്കിൽ മൺഡേ ടു ഫ്രൈഡേ മൂവ് ചെയ്തത് ബാങ്ക് നിഫ്റ്റിയിൽ. ഓൾമോസ്റ്റ് ഒരു 2,300 പോയിന്റ്സിന്റെ മൂവ്മെന്റ്. വളരെ ഒരു അഗ്രസീവായ മൂവ്മെന്റ് ആണ്. ഒരു ഗ്രീൻ ക്യാൻഡിലാണ്, മർബൂസോ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു സ്ട്രോങ് മൊമെന്റം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നിയർ ബൈ ഉള്ള ഹഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ലെവലാണ്. അപ്പം ഈ ലെവലൊക്കെ കൂളായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പം നെക്സ്റ്റ് ഇനി ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഇനി അടുത്ത ലെവലിലേക്ക് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഓൾമോസ്റ്റ് 8% ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സ്പേസ് ബാങ്ക് നിഫ്റ്റിയിലാട്ടോ. മൊമെന്റം കിട്ടാനുള്ളത് ബാങ്ക് നിഫ്റ്റി ആൻഡ് PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ഇതൊക്കെയാണ്
അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഫിനാൻസ് ബാങ്കും ഫിനാൻഷ്യൽ സർവീസ് ആണെങ്കിലും ഈ ഒരു വീക്കിൽ ഓൾമോസ്റ്റ് 3.5% ആണ് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഇതിലും മർബൂസോ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം ഇവിടെ കറൻ്റ്ലി പറയുകയാണെങ്കിൽ ദിസ് ഈസ് അവർ നെക്സ്റ്റ് ഹഡിൽ 28,500 ലെവൽ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു റേഞ്ച് ഓൾമോസ്റ്റ് 10% ഉണ്ട്. അപ്പം നല്ലൊരു മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസസ് ഇതിലും കാണുന്നുണ്ട്. പിന്നെ അതേപോലെ പ്രൈവറ്റ് ബാങ്ക് ആണെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പം ഈസി ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് ലെവൽ 29,180 എന്ന് പറഞ്ഞ ആ റേഞ്ച്, അല്ലെങ്കിൽ 200 എന്ന് പറഞ്ഞാൽ ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഈസി ആയിട്ട് പ്രൈവറ്റ് ബാങ്കും മൂവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 5%. അപ്പോൾ ഈ ഒരു വീക്കിൽ മൂവ് ചെയ്ത് നെക്സ്റ്റ് വീക്കിലും ഇതേ മൂവ്മെന്റ് കാണാൻ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആയിരിക്കും. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 3 to 4% ഒക്കെ വിത്തിൻ 2 to 4 ഡേയ്സ് ഒക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട്. PSU ബാങ്ക് ആണെങ്കിലും അതേ രീതിയിൽ വീക്ക്ലിയിൽ ഓൾമോസ്റ്റ് ഈ ഒരു വീക്കിൽ 3.27% ആണ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കുവാണെങ്കിൽ നിയർ ബൈ ഉള്ള ഹഡിൽ ഇതാണ് 9,000 ആണ്, 9,100 ആൻഡ് നെക്സ്റ്റ് വൺ 9,000 അല്ലെങ്കിൽ 10,000 എന്ന് തന്നെ പറയാം. ആ റേഞ്ചുകളാണ് PSU ബാങ്കിലുള്ളത്. അപ്പം ബാങ്കിങ് സെക്ടേഴ്സ് ആണ് ഇപ്പം കറൻ്റ്ലി നല്ല രീതിയിൽ ബൂമിങ് ഉള്ളത്. നല്ല രീതിയിൽ നെക്സ്റ്റ് വീക്കിലും മൊമെൻറ്റം തരാനുള്ള സാധ്യതയുള്ളത് ഈ സെക്ടേഴ്സ് ആണ്. ഈ സെക്ടേഴ്സ് ബാങ്കിങ്ങിലെ സെക്ടേഴ്സ്. അപ്പം നോക്കുവാണെങ്കിൽ ബാക്കി ഗ്ലോബൽ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ ഇവൻ നമുക്ക് ക്രൂഡ് ഓയിൽ എടുക്കാം. ക്രൂഡ് ഓയിൽ എടുക്കുന്ന സമയത്ത് ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഫോള് സംഭവിച്ചിട്ടുണ്ട്. പ്രീവിയസ്ലി ഉണ്ടായിരുന്ന സപ്പോർട്ടായിരുന്നു സംവെയർ അറൗണ്ട് 87,000. അതിന് താഴെയാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഡീല് വന്നതോടുകൂടി മാർക്കറ്റ് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണ്. അപ്പം ഇനി മാർക്കറ്റ് കൂൾ ഓഫ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ക്രൂഡ് ഓയിൽ കൂൾ ഓഫ് ആയി ഈ റേഞ്ചിൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ആ ഒരു 70 ബിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. 70 and 72 ആ റേഞ്ചിലായിരുന്നു കറൻ്റ്ലി വാറിന് മുമ്പ് ട്രേഡ് ചെയ്തത്. ആ ഒരു റേഞ്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അത് കുറച്ച് ടൈം എടുക്കും. ഇറ്റ് വിൽ നെക്സ്റ്റ് വീക്കിൽ തന്നെ നടക്കുമെന്നല്ല, ഇറ്റ് വിൽ സ്ലോലി കൂൾ ഡൗൺ ആവുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് കറൻ്റ്ലി പറയാനുള്ള നല്ല 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 ഗുഡ് ന്യൂസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നത്. ഇനിയിപ്പം ഇന്ന് നൈറ്റ് തന്നെ US മാർക്കറ്റ്സ് ഓപ്പൺ ചെയ്യും. അപ്പം അതും നല്ലൊരു റാലി പ്രതീക്ഷിക്കുന്നുണ്ട്. ആ റാലി ഗിഫ്റ്റ് നിഫ്റ്റിയിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റിൽ നമുക്ക് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ സ്റ്റോക്സ് വൈസസ് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കിങ് സെക്ടറിലാണ് ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ സംവെയർ അറൗണ്ട് ഹിയർ ഈ ഒരു റേഞ്ചിൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാം പലപ്പോഴായിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് റെസിസ്റ്റ് ചെയ്ത് ഈ ഒരു റേഞ്ചിന് താഴെ വീഴുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സ്ട്രോങ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 5% സ്ട്രോങ് ക്യാൻഡിലാണ് ഇവിടെ ക്ലോസിങ് വന്നിരിക്കുന്നത്. ഇതുവരെ ഇത്രയും മുകളിൽ ക്ലോസിങ് വന്നിട്ടില്ല. ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഹഡിലായ 87 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാം. അതല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 100 മുകളിൽ 100ലേക്ക് മാർക്കറ്റ്. അപ്പം ഒരു TP1 TP2 ഒക്കെ നിങ്ങൾക്ക് ഇതിൽ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു അക്യുമുലേഷൻ സ്റ്റേജ് നടന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വോളിയം ബ്രേക്ക് ഔട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽസ് ഒക്കെ ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സ്റ്റോപ്പ് ലോസ് നിയർ ബൈ ഉള്ള സ്വിംഗ് ആയിട്ട് ഈ ഒരു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന 70 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ദെൻ വേറെ ഒരെണ്ണം HDFC ലൈഫാണ്. ഞാൻ മെയിനായിട്ട് സെക്ടർ വൈസ് നോക്കിയതാണ്. സെക്ടർ വൈസ് നോക്കിയപ്പോൾ ബാങ്കിങ് സെക്ടറിലാണ് ഇത് രണ്ടും കണ്ടത്. അപ്പം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പം ഇത് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ ഇത് ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് നിൽക്കുന്നത് HDFC ലൈഫ് ഇൻഷുറൻസ്. അപ്പം ഇതാണ് കറൻ്റ്ലി ഉള്ള ഒരു സപ്പോർട്ട് റേഞ്ച്. ഓക്കെ, ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് എടുത്തുകൊണ്ട് മാർക്കറ്റ് നിയർ ബൈ ഉള്ള ഈ ഒരു ലെവൽ വരെയൊക്കെ ഈസി ആയിട്ട് മൂവ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇതിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 12% ഒക്കെ ക്യാച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, 12% ഒക്കെ ഈസി. ഓൾമോസ്റ്റ് റിസ്ക് റിവാർഡ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഈ ഒരു ഏരിയൻ്റെ താഴെ വെക്കുവാണെങ്കിൽ ഈ ഒരു 52 520 ആ റേഞ്ചിലൊക്കെ വെക്കുവാണെങ്കിൽ ഒരു 1:2 ഒക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ ഈസി ആയിട്ട് സാധിക്കും. ഇതിൽ ഇക്വിറ്റിയാസിലും അതേപോലെ 1:2 എനിക്കിതിൽ കാണുന്ന ഓൾമോസ്റ്റ് 1:3 1:4 ആണ്. ആ റേഞ്ചിലുള്ള റിസ്ക് റിവാർഡാണ് നമുക്ക് കിട്ടുന്നത്.
ഓക്കെ. അപ്പം കറന്റ്ലി മാർക്കറ്റിന് നല്ല രീതിയിലുള്ള പോസിറ്റീവ്നെസ് ഉണ്ട്. അപ്പം ഈവൻ എല്ലാ സെക്ടറും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഡൈസസ് എടുക്കുകയാണെങ്കിലും ഇന്നാണ് ആക്ച്വലി മാർക്കറ്റ് മൂവ് ചെയ്തത്. ലാസ്റ്റ് ഒരു 4 days ആയിട്ട് മാർക്കറ്റിന് വലിയ അനക്കമില്ലായിരുന്നു. എവിടെയാണോ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്ത് അതേ റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്നാണ് മാർക്കറ്റ് ഒരു ശക്തമായ മൂവ്മെന്റ്, ഈവൻ എല്ലാ സെക്ടർ വൈസും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, റിയാലിറ്റി ഓൾമോസ്റ്റ് 3.5% ആണ് ഇന്ന് മൂവ് ചെയ്തത്. ബട്ട് ഇന്ന് ഈ ഒരു വീക്കിൽ അത് നല്ല പെർഫോം ചെയ്തിട്ടില്ല, പക്ഷെ ഈ ഒരു ഡേയിൽ അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അതേപോലെ മിഡ് ക്യാപ്പ് ഓൾമോസ്റ്റ് 3% മൂവ് ചെയ്തു. ബട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫിനാൻസ് ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക് ഇന്നും പെർഫോം ചെയ്ത് ഇന്നലെയും നല്ല രീതിയിൽ പെർഫോം ചെയ്തിരുന്നു. അപ്പം കറന്റ്ലി ഐ ടി മാത്രമാണ് ഒന്ന് എന്താണ് നെഗറ്റീവിൽ നിൽക്കുന്ന ഈ ഒരു വീക്ക് എടുക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഒരു 4% ഡ്രോപ്പ് വന്ന് ഐ ടി സെക്ടറിലാണ്. അപ്പോൾ ഐ ടി ആണ് നിഫ്റ്റിനെ ഒന്ന് ഡ്രാഗ് ചെയ്തതെന്നാണെങ്കിൽ പറയാം നമുക്ക്. ഓക്കെ. അപ്പം ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ടിൻ്റെ അവിടെ തന്നെ നിന്ന് ഓൾമോസ്റ്റ് ട്രേഡ് ചെയ്യാണ്. പക്ഷേ ഇതിൽ ഒരു പ്രീവിയസ്ലി ഒരു മാർക്കറ്റിൽ ഒരു ബുള്ളിഷ്നെസ് കിട്ടിയാൽ മാത്രം ട്രേഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതിലെ സ്റ്റോക്സ് എടുത്താൽ മതി, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ. നല്ലൊരു റിവേഴ്സൽ സിഗ്നൽ കിട്ടിയിട്ട് മാത്രം ഇതിൽ ട്രേഡ് പുഷ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ വീക്ക്നെസ് ആണ് ഐ ടി സെക്ടറിൽ കാണിക്കുന്നത്. ഓക്കെ. അപ്പം ഈ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിൽ നല്ല ബുള്ളിഷ്നെസ് ആയിരിക്കും. അപ്പം ബുള്ളിഷ്നെസ് ആകാനുള്ള എല്ലാ ചാൻസസും കാണുന്നു. നിയർ ബൈ ഉള്ള റെസിസ്റ്റൻസ് വരെ നിങ്ങൾക്കൊക്കെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ എൻട്രീസ് പുഷ് ചെയ്യും. പ്രോപ്പറായ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. താങ്ക് യു.